ഹായ് മക്കളെ, നമസ്കാരം. 8ാം ക്ലാസ്സിന്റെ കേരള പാഠാവലി പരീക്ഷ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ആ ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് വന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ മലയാളം ഫസ്റ്റിൽ നിന്ന്, കേരള പാഠാവലിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യം, അതിന് ഉത്തരം എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിന്റെ സൂചനയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജസീക്ക എന്ന കഥാപാത്രത്തിന്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക. ചവിട്ടുനാടകം കാണാൻ പോയ ജസീക്കക്കുണ്ടായ അനുഭവം എന്തായിരുന്നു? അത് കണ്ട സമയത്തുണ്ടായ അവളുടെ മാനസിക വ്യാപാരം എന്തായിരുന്നു? അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കൊണ്ടുവരിക. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമ്മനിട്ടയുടെ കുറത്തി എന്ന കവിതയിലെ വരികൾ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലിന് കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം? ചർച്ച ചെയ്യുക. നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതിന് പിന്നിൽ ഒരുപാട് തൊഴിലാളി വർഗത്തിന്റെ വിയർപ്പുകളുണ്ട്, അടിസ്ഥാന വർഗത്തിന്റെ അധ്വാനമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് കയറണം. ഈ പറയപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇന്ന് നടക്കുന്ന ലൈവ് ക്ലാസ്സിനകത്ത് രാത്രി എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ക്ലാസ്സിനകത്തേക്ക് എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട്, അത് ഓർമ്മ വേണം. ഇല്ലെങ്കിൽ വേരുകൾ നാളെ ചോദ്യങ്ങളാകും. ഈ നിരീക്ഷണം വായിച്ചല്ലോ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കി വിശദീകരിക്കുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിനും സൗഭാഗ്യങ്ങൾക്കും പിന്നിൽ ഒരുപാട് അടിസ്ഥാന വർഗത്തിന്റെ വിയർപ്പുകളുണ്ട്, അതെങ്ങനെയെന്ന് സമർത്ഥിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു. ഇതെല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ പ്രതികരിക്കുക. സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം എത്തിച്ചേരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇന്നത്തെ മീഡിയാസ് ചെയ്യുന്ന ആളുകളെ കൂട്ടാൻ വേണ്ടി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് വാർത്തയും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറയുന്ന മാധ്യമധർമ്മത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഉത്തരത്തിനകത്തേക്ക് സൂചിപ്പിച്ചേക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. പുഞ്ചിരി, പൗർണമി, അടിവരയിട്ട വാക്കുകളുടെ ബന്ധം എന്ത് ചെയ്യുക, നിങ്ങൾ വ്യക്തമാക്കുക. സെറ്റാണല്ലോ. അക്കരി ഊതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി, ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ. നിമിഷം എന്ന കവിതയിലെ വരികൾ, ഇതൊക്കെ ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട്. ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയല്ല സുന്ദരമാക്കുന്നു? എന്താണ് പറയാതെ പറയുന്നത്? മനുഷ്യന്റെ സർഗശേഷിയെക്കുറിച്ചാണ് പുകഴ്ത്തുന്നത്. മനുഷ്യനാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല വികസനങ്ങളും കണ്ടെത്തിയത്. അല്ലാതെ ഒരു മാന്ത്രികനോ ഒരു ദൈവീകനോ വന്നിട്ട് എന്ത് ചെയ്തല്ല, ഒന്ന് വടി വീശിയപ്പോൾ ഉണ്ടായതല്ല. ആ മനുഷ്യന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് ഈ തന്നിരിക്കുന്നത്. നിളാതീരത്ത് എന്ന ആത്മകഥാഭാഗം വായിക്കുമ്പോൾ ആസ്വാദകനുണ്ടാകുന്ന അനുഭവതലം വ്യക്തമാക്കി കുറിപ്പ് എഴുതുക. നിളയെ പി കുഞ്ഞിരാമൻ നായർ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു, അതിലെന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇത് ഉത്തരത്തിനകത്ത് വരിക. കൃത്യമായിട്ട് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ ഇന്ന് രാത്രിയുള്ള ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. ഓക്കെ, സെറ്റ്. താങ്ക് യു.